ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന പനീർ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ആദ്യം 2 കപ്പ് ബാസ്മതി റൈസ് നന്നായി കഴുകിയ ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി പനീർ മാരിനേറ്റ് ചെയ്യാനായി ആദ്യം ഒരു ബൗളിൽ 1 കപ്പ് നല്ല കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം പനീറാണ് എടുക്കുന്നത്. 400 ഗ്രാം പനീറിന് 1 കപ്പ് അളവിൽ തൈര് മതിയാകും. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറുതായി അരിഞ്ഞെടുത്ത പുതിനയില 1/4 കപ്പ്, മല്ലിയില 1/2 കപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 400 ഗ്രാം പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പനീർ ക്യൂബ് ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയ ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇതേ എണ്ണയിലോട്ട് തന്നെ 2 ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറ് വേവിച്ചെടുത്ത ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് നോക്കാതെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ 4-5 ഗ്രാമ്പൂ, 2 ഏലക്ക, 2-3 കഷ്ണം പട്ട, 1 ബേ ലീഫ്, ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 2 കപ്പ് ബാസ്മതി റൈസ് ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള വേവാണ്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റാൻ എടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 മീഡിയം സൈസ് സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കഷ്ണം തക്കാളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ പകുതി ചേർത്താൽ മതിയാകും. തൈര് പുളിയുള്ളതാണ് എടുക്കുന്നതെങ്കിൽ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. തക്കാളി അരച്ചത് നന്നായി വഴറ്റിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് രണ്ടും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതും 2-3 ടേബിൾ സ്പൂൺ വറുത്തെടുത്തിട്ടുള്ള ഉള്ളി കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ പനീർ വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പനീർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. സാഫ്രോൺ മിൽക്കോ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളമോ ഇതുപോലെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച ശേഷം ദം ചെയ്തെടുക്കാം. ഈ പാനിൻ്റെ അടിവശത്ത് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.